ഹായ്, നമ്മൾ അരിത്തമാറ്റിക് സീക്വൻസിലെ ഓരോ കാര്യങ്ങളായിട്ട് മെല്ലെ മെല്ലെ പഠിച്ചുകൊണ്ടിരിക്കുക, ഓരോ ചെറിയ വീഡിയോയിലൂടെ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ഇനി നമുക്ക് അറിയാനുള്ളത് മെയിൻ പാർട്ട്, അതായത് ലാസ്റ്റ് പാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ തുക കാണാനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് അല്ലേ. ഓക്കെ, അതിൽ നിന്നുള്ള എങ്ങനെയാണ് ഈ തുക കാണുന്നത്, എന്താണ് ഈ തുക കാണുന്നത്, എന്തിനാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സം എന്ന് പറയുന്ന കാര്യം ഈ പറഞ്ഞിരിക്കുന്ന പോലെ SN = n/2 × x1 + xn. ഈ USS ഒക്കെ നമ്മൾ 7ാം ക്ലാസ്സിലേത് USS എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ ഇത് ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. ഇത് വേറൊരു രീതിയിലായിരിക്കും അത് കേട്ടിട്ടുണ്ടാവുക. നമ്മൾ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് എത്തുമ്പോൾ SN = n/2 × x1 + xn. ഈ ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നത് എന്തിനാണെന്ന് അറിയോ? നമുക്കൊരു സീക്വൻസ് തന്നിട്ട് ആ സീക്വൻസിലെ ഒരു പെർട്ടിക്കുലർ നമ്പർ, ആദ്യത്തെ 20 എണ്ണത്തിൻ്റെ അല്ലെങ്കിൽ ആദ്യത്തെ 30 എണ്ണത്തിൻ്റെ അല്ലെങ്കിൽ ആദ്യത്തെ 38 എണ്ണത്തിൻ്റെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ 38 എണ്ണത്തിൻ്റെ സമ്മ് കാണാൻ, ടോട്ടൽ തുക കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഏതാ? SN = n/2 × x1 + xn. ഇതിൽ n എന്താ? n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് ആണെന്നുള്ള നമ്മൾ ഓൾറെഡി കേട്ട് കഴിഞ്ഞ് പഴകിയ കാര്യമാണ് അല്ലേ. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് ആണ്. ഈ നമ്പർ ഓഫ് ടേംസ് എന്താ? ഓക്കെ, ഞാനൊരു സീക്വൻസ് എടുത്തിട്ട് ആ സീക്വൻസിൽ ആദ്യത്തെ 20 എണ്ണത്തിനെ നിങ്ങളോട് ആഡ് ചെയ്യാൻ പറഞ്ഞു. അവിടെ ഏതായിരിക്കും n എന്ന് പറയുന്നത്? n എന്ന് പറയുന്നത് 20 ആയിരിക്കും. ഇനി അതുപോലെ തന്നെ x1 എന്താ? ഫസ്റ്റ് ടേം ആണ് x1 എന്ന് പറഞ്ഞാൽ, f എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യം. xn എന്ന് പറയുന്നതോ? xn എന്ന് പറയുന്നത് എന്താ? സോ ഞാൻ 20 ടേം എന്ന് നേരത്തെ പറഞ്ഞില്ലേ, ആദ്യത്തെ 20 ടേം കൂട്ടിയാൽ എത്ര കിട്ടും? അതാണല്ലോ തുക കാണാൻ പറയുന്നത്. ആ 20 ടേം ആണ് പറയുന്നുണ്ടെങ്കിൽ xn എന്താ? ആ 20ാമത്തെ ടേം. ഇനി 38 ടേമിൻ്റെ സമ്മാണ് കാണാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് 38ാമത്തെ ടേം അല്ലേ, അതായിരിക്കും xn എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ബേസിക്കലി നമുക്കൊരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് ടേംസിൻ്റെ സമ്മ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ടേമും, ഇപ്പോൾ പെട്ടെന്ന് നമ്മളോട് നടുവിൽ നിന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൽ ആദ്യത്തെ ടേമും അവസാനത്തെ ടേം പറഞ്ഞാൽ മതി. ഇപ്പോൾ നിങ്ങളോട് ഒരു 15ാമത്തെ ടേം മുതൽ അങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. 15 മുതൽ എന്ന് പറഞ്ഞാൽ ആ 15 ആയിരിക്കും നമ്മൾ ആദ്യത്തെ ടേമായി മാറുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് സമ്മ് കാണാൻ പറ്റുക. ഓക്കെ, ഇനി മിഡിൽ ടേം എന്ന് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ മധ്യപദം കാണാൻ. ഈ മധ്യപദം കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഈ മധ്യപദത്തിൻ്റെ ഇക്വേഷൻ എവിടെ ഉപയോഗിക്കേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇനി ഇവിടെ മിഡിൽ ടേം = n + 1/2. ഈ സാധനം പലരും കേട്ട് എഴുതുന്നുണ്ടാവും. ഇപ്പോൾ കേൾക്കൂലേ, n + 1/2 ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ എഴുതും n/2 + 1 എന്ന് എഴുതും അല്ലേ. അപ്പോൾ നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെ എഴുതരുത്. n + 1 അതിനെയാണ് എന്ത് ചെയ്യുന്നത്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആ രീതിയിൽ നമുക്ക് n + 1/2 എന്ന് പറയുന്ന ഇക്വേഷൻ എവിടെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ആ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ഞാനത് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളിതാ സമ്മ് കാണാൻ 1 2 3 4 5 6 7 8 9 10 20 വരെയുള്ളതിൻ്റെ സമ്മ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ എവിടെ ഉപയോഗിക്കും? ഇവിടെ ഉപയോഗിക്കും. അവിടെ x1 എന്താ? അവിടെ x1 എന്ന് പറയുന്ന ആദ്യത്തെ ടേമായ 1ഉം xn എന്ന് പറയുന്നത് x20 ആണ്. കാരണം ലാസ്റ്റ് ടൈം ഏതാ? 20 ആണ്. അപ്പോൾ x20 = 20 തന്നെ വന്നിരിക്കുന്നത്. ഇനി ഇവിടെ n എന്താ? n = 20. കാരണം ഇത് എണ്ണൽ സംഖ്യകളാണ്, അഥവാ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് സമ്മ് കാണാൻ പറ്റുക. അതാ ഇവിടെ ഒരു ചോദ്യം ഉണ്ട് നിങ്ങളുടെ മുന്നിലേക്ക്. 1 മുതൽ തുടർച്ചയായ 20 എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണ്? 5 10 15 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക എത്രയാണ്? സോ ഞാനിതിൽ ബി ക്വസ്റ്റ്യൻ ചെയ്യാം. എ ക്വസ്റ്റ്യൻ നമുക്ക് എളുപ്പമാണ്, എണ്ണൽ സംഖ്യകൾ നിങ്ങൾ കണ്ടാൽ മതി. ഇപ്പോൾ ബി ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ സം ഓഫ് ദ ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദ അരിത്തമാറ്റിക് സീക്വൻസ് 5 10 15. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യണം? ഇവിടെ ഫസ്റ്റ് 20 ടേംസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ n വിൽ ബി 20. 20 ടേമിൻ്റെ അല്ലേ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ S20 ആണ് നമുക്ക് കാണേണ്ടത്. S20 = 20/2 ഇൻറ്റു ഫസ്റ്റ് ടൈം ഏതാ? 5 പ്ലസ് xn ഏതാ? xn എന്ന് പറയുന്ന കാര്യത്തെ എങ്ങനെ കാണും? xn എന്ന് പറയുന്ന കാര്യത്തെ എങ്ങനെ കാണും? xn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 20ാമത്തെ ടേം ഏതാണോ അതാണ് xn. xn = x20 ആണ്. സോ 5 10 15 എന്നാണ് വന്നിരിക്കുന്നത്. 5 10 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 5ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അല്ലേ. 5ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 5 10 15 എന്ന് പറയുന്നതിനെ നമുക്ക് ആദ്യത്തെ 10 എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ 10 എണ്ണം ഏതായിരിക്കും? 10ാമത്തെ ടൈം ഏതായിരിക്കും? 50 ആയിരിക്കും. അപ്പോൾ 20th ടൈം ഏതായിരിക്കും? 100 ആയിരിക്കും. കാരണം ഇത് 5ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ്, അപ്പം 100 ആണ്. സോ 20/2 എത്രയാ? ഇവിടെ 100 എന്ന് വരും. xn 20/2 10 × 105 = 1050 എന്നുള്ളത് ആൻസർ വരും. ഇങ്ങനെയാണ് നമുക്ക് സമ്മ് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് കാണാൻ പറ്റുന്നത്. ഓക്കെ,
ഇനി ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ബന്ധപ്പെട്ടിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈക്വേഷൻസ് എല്ലാം വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ അടുത്ത പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഈ പാർട്ടിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ള മിഡിൽ ടേം വരുന്നത്. സോ അടുത്ത പാർട്ടിൽ നമുക്ക് മിഡിൽ ടേം എന്താണെന്ന് പഠിക്കാം.